സ്ത്രീ ശാക്തീകരണത്തിലും കൂട്ടായ്മയിലും കേരളം ദേശീയ മാതൃകയാകുന്നത് സ്ഥിതിവിവര കണക്കുകൾ കൊണ്ട് മാത്രമല്ല, മറിച്ച് സാമൂഹ്യ സാമ്പത്തിക മേഖലയിലെ സൂചനാ വ്യതിയാനങ്ങൾ കൂടി കണക്കിലെടുത്താണ്. ജനസാന്ദ്രതയേറിയ ആവാസ വ്യവസ്ഥയുള്ള സംസ്ഥാനത്ത് 8 ലക്ഷത്തിലധികം ചെറുകിട സ്ത്രീ കൂട്ടായ്മകളാണ് ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ കാർഷിക രംഗത്തെ ഈ കൂട്ടായ്മ ഏറ്റവും ശക്തമാകുമ്പോൾ സാങ്കേതിക മികവ് വേണ്ട തയ്യൽ, തുന്നൽ, എംബ്രോയിഡറി രംഗത്തും ബുക്ക് ബൈൻഡിംഗ്, പേപ്പർ ബാഗ് നിർമ്മാണം തുടങ്ങിയ രംഗങ്ങളിലുമായി 3 ലക്ഷത്തിലധികം വനിതാ കൂട്ടായ്മകളാണ് പ്രവർത്തന വിജയം കാഴ്ചവെക്കുന്നത്. ദേശീയ സഹകരണ ബാങ്കുകളിൽ നിന്നുള്ള വായ്പകളുടെ അടിസ്ഥാനത്തിൽ ഈ കൂട്ടായ്മകൾ തങ്ങളുടെ അധ്വാനവും ഉൽപ്പന്നവും ജീവിത വിജയത്തിലേക്ക് എത്തിക്കുകയാണ്, ഒപ്പം സാമൂഹ്യ മാറ്റത്തിലേക്കും. ഇപ്പോൾ ലീഡ്സ് രൂപീകരിച്ചതിന് മുതൽ നല്ല രീതിയിൽ കുറച്ച് സ്ഥലം വിപുലപ്പെടുത്തി ചെയ്യുന്നതാണ്. മുമ്പേ ചെയ്യുന്ന അന്ന് കുടുംബശ്രീ മുഖാന്തരം ചെയ്യുന്നുണ്ട്. 9 ആൾ വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം ഞങ്ങൾ തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കുറച്ച് സ്ത്രീകളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നിച്ച് ഇതും കൂടെ പോകുന്നു. ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇത് ചെയ്യാൻ തുടങ്ങിയത്. ഞങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കപ്പ 1 ഏക്കറോളം സ്ഥലത്ത് കപ്പ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വാഴക്കൃഷി ഉണ്ടായിരുന്നു. 1000 വാഴയായിരുന്നു വെച്ചിരുന്നത്. അതിൻ്റെ കൊല വെത്തീനി അതിലെതിരെ ഓരോന്നാണ് ഞങ്ങൾക്ക് കൊത്താനുള്ളത്. അപ്പോൾ ആ സ്ഥലത്തേക്ക് ഇപ്പോൾ ഇഞ്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 20 ചാക്ക് ഇഞ്ചി നടാൻ വേണ്ടിയിട്ട് പിന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ഥലം. ബേക്കറി ഫുഡ്, അരിപ്പൊടി, ഭക്ഷ്യസംസ്കരണം തുടങ്ങിയ രംഗത്തും സ്ത്രീ സാന്നിധ്യം സജീവമാവുകയാണ്. പരിശീലന ക്ലാസുകളിലൂടെയും കൂട്ടായ്മകളിലൂടെയും നേടിയ അറിവുകളാണ് ഇവർ ഇത്തരത്തിൽ വിജയദൗത്യത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ പിന്നെ അടങ്ങി വീട്ടിലിരുന്ന് ചെയ്യാവുന്നൊരു ജോലിയാണ്. അതുകൊണ്ട് അത് ഇഷ്ടപ്പെട്ടു. 4 പേരും ചേർന്നു ഞങ്ങൾ ബാങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. ക്ലാസ്സിന് പോയപ്പോൾ ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ ഉൽപ്പാദനം, പാല് എങ്ങനെ നമുക്ക് എന്തായാലും പാല് ചിലവഴിക്കണമല്ലോ, അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾ പകല് ജോലിക്ക് പോകുന്നുണ്ട്. പകല് ഞങ്ങൾ പിന്നെ ഒരു കടയിലുണ്ട്, കടകളിൽ പോകുന്നുണ്ട്. പിന്നെ അല്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഈ ജോലിയും ചെയ്യും. എല്ലാം കൂടെ ഞങ്ങൾ ഒരുപോലെ ഇങ്ങനെ മാനേജ് കൊണ്ടുപോവുക. ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കച്ചവടം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ചമ്മലായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ല. ധൈര്യമായിട്ട് ഞങ്ങൾ ജോലി ചെയ്യുന്നു. 11 മണി വരെ ഇരുന്നാലും ഞങ്ങൾക്ക് ഒരു ശല്യവുമില്ല. സാമ്പത്തിക രംഗത്ത് 800 കോടി രൂപ പ്രതിവർഷം ഈ രംഗം വഴി മുഖ്യധാരയിലേക്ക് എത്തുന്നുവെന്നാണ് സ്ഥിതിവിവര കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തീർച്ചയായും നമ്മുടെ സ്ത്രീശക്തി ഇനിയും മുന്നേറുകയാണ്, രാജ്യത്തിന് തന്നെ മാതൃകയായി. ദൂരദർശന് വേണ്ടി തിരുവനന്തപുരത്തു നിന്നും ചന്തു എസ് നായർ.